ഈ പിക്ചറിൽ കാണുന്നത് ഒരു DNA ഡബിൾ സ്ട്രാൻഡിൻ്റെ ക്രമീകരണമാണ്. 5'3' ഓറിയൻറ്റേഷനിലുള്ള ഒരു ചെയിനും 3'5' ഓറിയൻറ്റേഷനിലുള്ള മറ്റൊരു ചെയിനുമാണ് DNA സ്ട്രാൻഡിലുള്ളത്. ആൻറ്റി പാരലലാണ് അതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓരോ സ്ട്രാൻഡും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും ഫോസ്ഫേറ്റും ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്ന ക്രമത്തിലാണ്. അപ്പോൾ ഈ മോളിക്യൂൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാകാം. ഇത് ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്, ഇത് റൈബോസ് ഷുഗറാണ്. അപ്പോൾ ഇവിടെ ഷുഗർ മോളിക്യൂളും അതുപോലെ തന്നെ അടുത്ത ചെയിനിലെ ഷുഗർ മോളിക്യൂളും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് നൈട്രജൻ ബേസുകളെ കാണാൻ സാധിക്കും. ഇവിടെ അഡിനൈനും ഇത് തൈമിനും, അതുപോലെ ഇവിടെ സൈറ്റോസിനും ഇവിടെ ഗ്വാനൈനും ഉണ്ട്. അപ്പോൾ ഇവിടെ AT ബേസ് പെയർ തങ്ങളിൽ 2 ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ടും CG ബേസ് പെയർ തങ്ങളിൽ 3 ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ടുമാണ് പരസ്പരം യോജിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബോണ്ടിൻ്റെ പേരെഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഹൈഡ്രജൻ ബോണ്ട്, അതുപോലെ തന്നെ ഇത് ട്രിപ്പിൾ ബോണ്ടാണ്. AT ബേസ് പെയർ തങ്ങളിലുള്ളത് ഡബിൾ ബോണ്ടാണ്. ഇത് റൈബോസ് ഷുഗറിൻ്റെ പിക്ചറാണ്, ഇത് ഫോസ്ഫേറ്റ് ആണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഓർക്കുക. ക്രോമസോമുകളിൽ DNA പാക്ക് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് 8 എണ്ണം ഒരുമിച്ച് ഒക്ടാമർ സ്റ്റേജിലാണ് കാണുന്നത്. ആ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ സ്റ്റേജിൽ ഹിസ്റ്റോൺ പ്രോട്ടീനിൽ DNA ചുറ്റിയിരിക്കുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. അപ്പോൾ ഇതും എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. DNA ഇത് ഹിസ്റ്റോൺ പ്രോട്ടീനാണ്, ഇത് ഹിസ്റ്റോൺ ഒക്ടാമറാണ്. ഹിസ്റ്റോൺ ഒക്ടാമർ ഷേപ്പിലാണ് ഇത് കാണുന്നത്, കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾ. അപ്പോൾ ഈ രീതിയിൽ കാണുന്ന ഈ ഒരു പിക്ചർ ഓർക്കുക. ഗ്രിഫിത്ത് ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻറ്റ് ഇക്വേഷൻ രൂപത്തിൽ കാണിച്ചിരിക്കുന്നതാണിത്. S സ്ട്രെയിൻ ബാക്ടീരിയ മൈസിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ മൈസ് ഡൈ. R സ്ട്രെയിൻ ബാക്ടീരിയ മൈസിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ മൈസ് ലീവ്. ഇനി S സ്ട്രെയിനെ ഹീറ്റ് കില്ല് ചെയ്തിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അത് രോഗം ഉണ്ടാക്കുന്നില്ല, ന്യൂമോണിയ ഉണ്ടാക്കുന്നില്ല, മൈസ് ലീവ്. S സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് പ്ലസ് R സ്ട്രെയിൻ ലൈവ് ഇഞ്ചെക്റ്റ് ഇൻ ടു മൈസ് ഡൈ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് S സ്ട്രെയിൻ ആണ് ഡിസീസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള വിറുലൻ്റ് ടൈപ്പ്, R സ്ട്രെയിൻ നോൺ വിറുലൻ്റ് ടൈപ്പാണ്. S സ്ട്രെയിനെ ഹീറ്റ് കില്ല് ചെയ്യുമ്പോൾ ചെയ്തിട്ട് R സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ R സ്ട്രെയിൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു S സ്ട്രെയിൻ. അപ്പം അങ്ങനെ S സ്ട്രെയിൻ ഉണ്ടാവുകയും അത് മൈസിൽ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ മൈസ് ചാകുകയും ചെയ്തു. ഹെർഷെ ചെയ്സ് എക്സ്പെരിമെൻറ്റിൻ്റെ പിക്ചറാണ്. 2 ടൈപ്പ് ബാക്ടീരിയോഫേജ്. ഒരു ബാക്ടീരിയോഫേജിനെ S35 മീഡിയത്തിൽ കൾച്ചർ ചെയ്തു, മറ്റൊരു ബാക്ടീരിയോഫേജിനെ P32 മീഡിയത്തിൽ കൾച്ചർ ചെയ്തു. രണ്ടും റേഡിയോ ആക്റ്റീവാണ്. അപ്പോൾ S35 മീഡിയത്തിൽ കൾച്ചർ ചെയ്തതിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. P32 കൾച്ചർ ചെയ്തതിൻ്റെ ന്യൂക്ലിയർ പാർട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. അപ്പോൾ ഈ 2 ബാക്ടീരിയോഫേജിനെയും ഈക്കോളി ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. ആ സ്റ്റേജാണ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ സ്റ്റേജിൽ ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഈക്കോളി ബാക്ടീരിയയ്ക്കകത്തേക്ക് കടക്കുകയും അത് ഈക്കോളി ബാക്ടീരിയയുടെ DNAയുമായിട്ട് കൂടിച്ചേരുകയും ചെയ്തു. ആ സ്റ്റെപ്പിനെയാണ് ബ്ലെൻഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലെൻഡഡ് ആയിട്ടുള്ള DNA ഉള്ള ഈക്കോളി ബാക്ടീരിയയെ അടുത്ത് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കി. അപ്പോൾ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കിയപ്പോൾ ഇവിടെ ഈ S35 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജ്, ദാറ്റ് ഈസ് പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയോഫേജ്, അതിനെ സെൻട്രിഫിക്കേഷന് വിധേയമാക്കിയപ്പോഴത്തേക്കും ആ റേഡിയോ ആക്ടിവിറ്റി കാണാൻ സാധിച്ചത് സൂപ്പർനേറ്റൻ്റ് പോർഷനിലാണ്. സെല്ലുലാർ പോർഷനെല്ലാം ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലേക്ക് വന്നു. സൂപ്പർനേറ്റൻ്റ് പോർഷനിലാണ് റേഡിയോ ആക്ടിവിറ്റി കാണാൻ സാധിച്ചത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഇതിൻ്റെ ന്യൂക്ലിയർ പാർട്ടിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയിട്ടില്ല, ന്യൂക്ലിയർ പാർട്ടിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ രണ്ടാമത്തെ ഈ ബാക്ടീരിയോഫേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് സെല്ലുലാർ പോർഷനിലാണ്, സൂപ്പർനേറ്റൻ്റ് പോർഷനിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ബാക്ടീരിയോഫേജ് ഈക്കോളി ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയോഫേജിൻ്റെ അല്ലെങ്കിൽ വൈറസിൻ്റെ ന്യൂക്ലിയർ പാർട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ DNA ആണ്
ഈക്കോളി ബാക്ടീരിയക്കകത്തേക്ക് കടക്കുന്നു എന്നുള്ള ഒരു കൺഫർമേഷൻ, ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്ന് കൺഫേം ആക്കാൻ സഹായിച്ച ഒരു എക്സ്പെരിമെൻ്റാണ് ഹെർഷെ ചെയ്സ് എക്സ്പെരിമെൻ്റ്. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ് മീസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻ്റ്. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ DNA-യുടെ 2 സ്ട്രാൻഡുകളും റെപ്ലിക്കേഷന് മുമ്പ് സെപ്പറേറ്റ് ആവുകയും ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് DNA-യുടെ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ അതിന് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തതാണ് മീസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഇവിടെ ഈക്കോളി ബാക്ടീരിയയെ നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പായ N15 മീഡിയത്തിൽ കൾച്ചർ ചെയ്തു. N15 മീഡിയത്തിൽ കൾച്ചർ ചെയ്തപ്പോൾ കിട്ടിയ DNA കുറേ ജനറേഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ DNA-യുടെ 2 സ്ട്രാൻഡും N15 വീതമായി. അങ്ങനെ കിട്ടിയ DNA ആണ് ഹെവി DNA. സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോഴത്തേക്കും അത് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലേക്ക് പോകുന്നു, ഹെവി DNA. അപ്പോൾ അതേ ഈക്കോളി ബാക്ടീരിയയെ, ഹെവി DNA ഉള്ള ഈക്കോളി ബാക്ടീരിയയെ അടുത്ത N14 മീഡിയത്തിലേക്ക് കൾച്ചർ ചെയ്തു. അപ്പോൾ കൾച്ചർ ചെയ്തപ്പോഴത്തേക്കും DNA സെപ്പറേറ്റ് ആവുകയും 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ആവുകയും ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു സ്ട്രാൻഡ് N15-ഉം ഒരു സ്ട്രാൻഡ് N14-ഉമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ കിട്ടിയ DNA-യുടെ വെയിറ്റ് ഹെവി DNA-യേക്കാളും കുറവായിരിക്കും. അതിനെ ഹൈബ്രിഡ് DNA എന്ന് വിളിക്കുന്നു. വീണ്ടും അടുത്ത കുറച്ച് റെപ്ലിക്കേഷൻ നടന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് റെപ്ലിക്കേഷൻ നടന്നപ്പോഴത്തേക്കും ഈ ഓരോ പഴയ സ്ട്രാൻഡും ഓരോ പുതിയ സ്ട്രാൻഡിന് വീതം നിർമ്മിക്കാൻ ആരംഭിച്ചു. അപ്പോൾ N15 സ്ട്രാൻഡ് N14 സ്ട്രാൻഡിന് നിർമ്മിച്ചു, N14 സ്ട്രാൻഡ് N14 സ്ട്രാൻഡിന് നിർമ്മിച്ചു. അപ്പോൾ അവിടെ ഈക്വൽ പ്രൊപ്പോർഷനിൽ N14 DNA-യും N15 DNA-യും കിട്ടി. ലൈറ്റ് DNA-യും ഹൈബ്രിഡ് DNA-യും കിട്ടി. അപ്പോൾ വീണ്ടും സെമി കൺസർവേറ്റീവ് ആണ് DNA-യുടെ റെപ്ലിക്കേഷൻ എന്ന് ഓരോ റെപ്ലിക്കേഷൻ കഴിയുമ്പോഴും പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഈ എക്സ്പെരിമെൻ്റാണ് മീസൽസൺ സ്റ്റാൾ. ഇത് റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ പിക്ചറാണ്. അപ്പോൾ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് DNA പല സ്ഥലങ്ങളിലായിട്ട് സെപ്പറേറ്റ് ആവുകയും ഓരോ ഭാഗവും പുതിയ ഭാഗത്തെ സിന്തസൈസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെപ്ലിക്കേഷൻ നടക്കുമ്പോഴത്തേക്കും DNA-ക്ക് 2 സ്ട്രാൻഡുണ്ട് അറിയാം. 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡുകളായിട്ട് ആക്ട് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ടെംപ്ലേറ്റ് DNA. പക്ഷേ ഇതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഒരു സ്ട്രാൻഡ് 3-5' ഡയറക്ഷനിലും മറ്റേ സ്ട്രാൻഡ് 5-3' ഡയറക്ഷനിലും ആയിരിക്കും. ഇതിൽ 3-5' ഡയറക്ഷനിലുള്ള സ്ട്രാൻഡിലാണ് DNA സിന്തസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. ഇതിന് കാരണം ഇതിന് സഹായിക്കുന്ന എൻസൈം, DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം. ഈ DNA പോളിമറൈസ് എൻസൈം ക്യാൻ ആക്ട് ഓൺലി ഇൻ 5-3' ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്ന ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലും 5-3' ഡയറക്ഷനിലാണ് സിന്തസിസ് നടക്കുന്നത്. ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നത് ഈ സ്ട്രാൻഡിലും DNA പോളിമറൈസ് ആക്ട് ചെയ്യുന്നത് 5-3' ഡയറക്ഷനിലാണ്. പക്ഷേ ഇവിടെ കിട്ടുന്നത് ഫ്രാഗ്മെൻ്റൽ DNA ആണ്. പിന്നെ ഇത് DNA ലിഗേസ് എൻസൈം ഉപയോഗിച്ച് ഇതിനെ ലിങ്ക് ചെയ്ത് ഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. DNA-യിൽ നിന്നും mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ DNA-യുടെ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യും. പ്രധാനമായിട്ടും 3-5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത്. അതിൽ ഒരു പ്രൊമോട്ടർ സീക്വൻസ് കാണും, ഒരു ടെർമിനേറ്റർ സീക്വൻസ് കാണും. ഈ 2 സീക്വൻസിൻ്റെയും ഇടയിലായിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ട് വരുന്ന സ്ട്രക്ചറൽ ജീൻ കാണുന്നത്. 3-5' ഓറിയൻറ്റേഷനുള്ളതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഓപ്പോസിറ്റ് ഓറിയൻറ്റേഷൻ വരുന്നതാണ് കോഡിംഗ് സ്ട്രാൻഡ്. അപ്പോൾ എക്സാമിന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിരുന്നിട്ട് കോഡിംഗ് സ്ട്രാൻഡ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ എഴുതാൻ ആവശ്യപ്പെടാം. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിരുന്നിട്ട് mRNA സ്ട്രാൻഡ് എഴുതാനുള്ള ക്വസ്റ്റ്യനും ആവശ്യപ്പെടാം. അപ്പോൾ ഇവിടെ
ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്നും കോഡിംഗ് സ്റ്റാൻഡാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ അഡിനൈൻ, തൈമിൻ, തൈമിൻ, അഡിനൈൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, ആ ഒരു ക്രമത്തിൽ AT ബേസ് പെയറും CG ബേസ് പെയറും എന്നുള്ള ക്രമത്തിൽ നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡും കോഡിംഗ് സ്റ്റാൻഡും എഴുതാൻ സാധിക്കും. എന്നാൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തന്നിരുന്നിട്ട് mRNA സ്റ്റാൻഡാണ് എഴുതേണ്ടതെങ്കിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് പെയറുകൾ എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് mRNAയിൽ തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ഇല്ല, തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിൽ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസ് ആണുള്ളത്. അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡിൽ Tയുടെ സ്ഥാനത്ത് U എഴുതിയാൽ അവിടെ അത് mRNA സ്റ്റാൻഡായിട്ട് മാറ്റാൻ സാധിക്കും. ഈ പിക്ചറിൽ കാണുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനാണ്. അത് 3 സ്റ്റെപ്പുകൾ വഴി നടക്കുന്നു. ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനിഷ്യേഷനിൽ RNA പോളിമറേസ് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ. ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഈ RNAയുടെ നീളം കൂടിക്കൂടി വരുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ mRNAയുടെ ലെങ്ത് കൂടുന്ന പ്രോസസ്സിനെയാണ് ഇലോങ്ങേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ RNA പോളിമറേസ് ടെർമിനേറ്റർ എന്ന് പറയുന്ന റീജിയനിൽ എത്തുമ്പോഴത്തേക്കും ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ആകുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്ന ഫാക്ടറാണ് റോ ഫാക്ടർ. 3 സ്റ്റെപ്പ്: ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനിഷ്യേഷൻ ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ, ടെർമിനേഷൻ ഫാക്ടറാണ് റോ ഫാക്ടർ. യൂക്കാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കാണിക്കുന്ന പിക്ചറാണിത്. പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനിൽ നിന്നും യൂക്കാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് RNA സ്പ്ലൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് RNA സിന്തസിസ് നടക്കുമ്പോൾ അതിൽ കോഡിംഗ് സീക്വൻസും ഉണ്ട്, നോൺ കോഡിംഗ് സീക്വൻസും ഉണ്ട്. ഇപ്പോൾ പ്രോട്ടീനായിട്ട് അല്ലെങ്കിൽ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ആ സീക്വൻസുകളാണ് എക്സോൺസ് എന്ന് വിളിക്കുന്നത്. നോൺ കോഡിംഗ് ആയിട്ട് വരുന്ന സീക്വൻസുകളാണ് ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുകയും എക്സോൺസിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് RNA സ്പ്ലൈസിംഗ്. അത് പ്രോകാരിയോട്സിലില്ല. യൂക്കാരിയോട്സിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം mRNAയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ 5' എൻഡിൽ ഒരു ക്യാപ്പ് ഫോർമേഷൻ നടക്കും. ആ ക്യാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ക്യാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. 5' എൻഡിൽ ഒരു ക്യാപ്പും 3' എൻഡിൽ ഒരു ടെയിലും ഉണ്ടാകും. അഡിനിലേറ്റ് റെസിഡ്യൂസ് കൂടിച്ചേർന്ന ഒരു പോളി അഡിനൈൽ ടെയിൽ 3' എൻഡിലും 5' എൻഡിൽ ക്യാപ്പിങ്ങും ടെയിലിങ്ങും ഇറ്റ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് യൂക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ. ഇത് tRNA മോളിക്യൂളിൻ്റെ പിക്ചറാണ്, അഥവാ ട്രാൻസ്ഫർ RNA മോളിക്യൂൾ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ അമിനോ ആസിഡ്സിന് അമിനോ ആസിഡ് പൂളിൽ നിന്നും സൈറ്റോപ്ലാസത്തിലെ അമിനോ ആസിഡ് പൂളിൽ നിന്നും റൈബോസോമിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് tRNA മോളിക്യൂൾസ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. ഒന്ന് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റും മറ്റൊന്ന് ആൻറ്റികോഡോൺ ലൂപ്പും. അമിനോ ആസിഡ് ബൈൻഡിങ് ലൂപ്പും ആൻറ്റികോഡോൺ ലൂപ്പും. അപ്പോൾ ഇവിടെ ആൻറ്റികോഡോൺ ലൂപ്പ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് mRNA മോളിക്യൂളിന് കോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോഡോൺ ആയിരിക്കും ആൻറ്റികോഡോണിൽ കാണുക. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള അമിനോ ആസിഡിനെ ഇത് സൈറ്റോപ്ലാസത്തിൽ നിന്നും റൈബോസോമിലേക്ക് കൊടുക്കുന്ന മോളിക്യൂൾസാണ് tRNA മോളിക്യൂള്. ഇതിൽ നിന്ന് അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ പിക്ചർ പുതിയ എഡിഷൻ ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിൻ്റെ പിക്ചറാണ്. ഈ കാണുന്ന സ്ട്രക്ചറാണ് റൈബോസോം. റൈബോസോമിന് 2 സബ് യൂണിറ്റുകളുണ്ട്, ഒരു സ്മാളർ സബ് യൂണിറ്റും ഒരു ലാർജർ സബ് യൂണിറ്റും. ഇപ്പോൾ സ്മാളർ സബ് യൂണിറ്റിലാണ് mRNA മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ mRNA മോളിക്യൂളിലെ ജനറ്റിക് കോഡ് അനുസരിച്ച് tRNA മോളിക്യൂള് റൈബോസോംസിലേക്ക് അമിനോ ആസിഡ് മോളിക്യൂൾസിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. tRNA മോളിക്യൂള് ഇതാ ഈ പടത്തിൽ കാണുന്നത് 2 tRNA മോളിക്യൂൾ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു അമിനോ ആസിഡ് ഉണ്ട്, ഇവിടെ മറ്റൊരു അമിനോ ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ 2 അമിനോ ആസിഡുകൾ തങ്ങളിൽ ഫോം ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്.
ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ കഴിയുമ്പോഴത്തേക്കും tRNA മോളിക്യൂള് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. പുതിയ tRNA മോളിക്യൂള് പുതിയ അമിനോ ആസിഡിനെയും കൊണ്ട് വരുന്നു. അങ്ങനെ ഈ ഒരു അമിനോ ആസിഡ് പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ ലെന്ത് കൂടിക്കൂടി വരികയും ലാസ്റ്റ് കോഡോൺ സ്റ്റോപ്പ് കോഡോണിൽ എത്തുമ്പോഴത്തേക്കും പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഇത് ലാക് ഒപ്പറോണിൻ്റെ പിക്ചറാണ്. ഒരു ലാക് ഒപ്പറോണിൽ പ്രധാനമായിട്ടും വരുന്ന കമ്പോണൻസ് ആണ്. ഒന്ന് റെഗുലേറ്റർ ജീൻ, അടുത്തത് പ്രൊമോട്ടർ ജീൻ, ഓപ്പറേറ്റർ ജീൻ, സ്ട്രക്ചറൽ ജീൻ. റെഗുലേറ്റർ ജീൻ വിൽ സിന്തസൈസ് റിപ്രസർ mRNA. റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. ഈ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ ഓപ്പറേറ്റർ റീജിയണിൽ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുമ്പോൾ പ്രൊമോട്ടർ റീജിയണിൽ പോളിമറൈസ് എൻസൈംസിന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് കാരണം RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം സ്ട്രക്ചറൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. ഇത് ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് ലാക്ടോസ് മോളിക്യൂളാണ്. അപ്പോൾ ലാക്ടോസ് മോളിക്യൂളിൻ്റെ ആബ്സെൻസിൽ ഈ ജീനുകൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് ലാക് ഒപ്പറോൺ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ കമ്പോണൻസ് റെഗുലേറ്റർ ജീൻ synthesize repressor mRNA, promoter gene, it is the site of binding of RNA polymerase enzyme, operator gene is the site of binding of repressor protein, and structural gene ZYA structural gene. These structural genes will produce the lac mRNA, and lac mRNA will translate into lac protein. Lac proteins ആയിട്ടുള്ള എൻസൈംസ് ആണ് ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസസെറ്റിലേസ്. അപ്പോൾ ഈ ഒരു ലാക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഈ ഒരു എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസർ വേണം. ഇവിടെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. അപ്പോൾ ലാക്ടോസ് ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ റെഗുലേറ്റർ ജീനിൽ നിന്നും റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുകയും റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്ന് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. പക്ഷേ ഈ ഇൻഡ്യൂസർ വന്ന് റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആവുകയും ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീനിന് ഈ പ്രൊമോട്ടർ റീജിയണിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഈ സ്ഥലത്ത് RNA പോളിമറൈസ് എൻസൈം എന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ഇത് ഇൻ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ പിക്ചറാണിത്. അപ്പോൾ ഇത് DNA ഫ്രം ഇൻഡിവിജ്വൽ A, DNA ഫ്രം ഇൻഡിവിജ്വൽ B. ഇത് DNA ഫ്രം ക്രൈം സീൻ. അപ്പോൾ DNA ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഈ DNA അത് ഇൻഡിവിജ്വൽ എയുടെ ആണോ ഇൻഡിവിജ്വൽ ബിയുടെ ആണോ എന്ന് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നോളജി വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോളിക്യുലാർ ജനറ്റിക്സ് ടെക്സ്റ്റാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. അപ്പോൾ ഈ പിക്ചർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ക്രൈം സീനിൽ നിന്നും കിട്ടിയ DNA മാച്ച് ആകുന്നത് ഈ DNA ഫ്രം ഇൻഡിവിജ്വൽ ബി ആണ്. സോ ദിസ് ഇൻഡിവിജ്വൽ ഈസ് ദ കൾപ്രിറ്റ്. കുറ്റവാളി ഇയാളാണ് എന്നുള്ളത് ഈ ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.